എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ ഭയങ്കര പ്രശ്നം എന്താ കൊടുക്കാറുണ്ട്. പല പ്രത്യേകിച്ചും ഇവിടെ നേരത്തെ പോയി കഴിഞ്ഞാൽ 2-3 നേരത്തെ ഫുഡ് കൊടുത്തേക്കണം. അപ്പോൾ ഇന്ന് ഞാൻ അത്തരത്തിലുള്ളൊരു ഫുഡ്, അത് മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത്തരം ഒരു മസാല ഉപയോഗിച്ചിട്ട്, അതായത് ഈ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി ഒറ്റ വായിക്ക് കുട്ടികൾക്ക് എടുത്ത് കഴിക്കാനും സൗകര്യമാണ്. പക്ഷേ ഇത് മസാല തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ദോശമാവ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കും. ദോശമാവിലും ഇഡ്ലി മാവിലും ചെയ്യാം. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മുളക് ഇടരുത് കേട്ടോ. കുട്ടികളിങ്ങനെ വായിലിടുമ്പോൾ മുളക് ഇട്ട് കഴിഞ്ഞാൽ മുളകിടാതെ ഉണ്ടാക്കുകയായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ ഇതിൽ പച്ചക്കറി ഇങ്ങനെ കണ്ടോ, ഇങ്ങനത്തെ ഇതിൽ കട്ട് ചെയ്താൽ പല ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ അവർക്കും അത് കഴിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ ഒന്നിൽ ഫ്രൂട്ട്സോ നട്ട്സോ, ഞാൻ അപ്പോൾ ഇതിൽ ഈത്തപ്പഴം മാത്രമാണ് വെച്ചിരിക്കുന്നത്, ബദാമോ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുള്ള നട്ട്സ് വെക്കാം. അപ്പോൾ അങ്ങനെ ഇതൊരു നല്ല ഹെവിയാണ് താനും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് വലിയവർക്കും ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അധികം എണ്ണയൊന്നും ഇല്ലാത്ത കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏതെണ്ണയായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണ് കടുക്. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില, ഇഞ്ചി ചെറുതാക്കി മുറിച്ചത്, ഇനി ഒനിയൻ, 2 ചെറിയ ഒനിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറുതാക്കി മുറിച്ച ഒനിയൻ. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് അതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായി ഒന്ന് വെന്ത് വരട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ്, ഞാനിവിടെ ഉരുളക്കിഴങ്ങ് 3 ഉരുളക്കിഴങ്ങ്, 2 വലിയ ഉള്ളി എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ ചെറിയ 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഉടച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ചേർത്തി കൊടുക്കാം കേട്ടോ. നമ്മുടെ മസാല റെഡിയായി. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല റെഡി. ഇനി ഇത് ഉരുളകളാക്കി ഉരുട്ടാം. നമ്മൾ ഒരു അപ്പക്കാരം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി നമ്മളിതാ കുറച്ച് ദോശമാവ് ഒഴിക്കണം. നമ്മളിതാ ഈ മസാലകൾ ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടി മാവ് ഒഴിച്ചു കൊടുക്കുക. സ്പെഷ്യൽ പനിയാരം അല്ലെങ്കിൽ ബോണ്ടാന്നോ അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. ഇതിലൊട്ടും എണ്ണ ചേർക്കണേ ഇല്ല. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു പലഹാരം. ദോശമാവിലും ചെയ്യാം, ഇഡ്ലി മാവിലും ചെയ്യാം കേട്ടോ. ഒന്നും കൂടി വേവട്ടെ. അപ്പോൾ നമ്മുടെ മസാല പനിയാരം റെഡി ആയോ നോക്കാം കേട്ടോ.
ഈ മസാല കൊണ്ട് നമുക്ക് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാം. അതിനൊരു മസാല ദോശയ്ക്ക് ഉപയോഗിക്കാം, പൂരി മസാലയായിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ മസാല പോണ്ട തയ്യാറാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒരു ഡിഫറൻ്റ് അല്ലേ? ഇതാ ഒന്നിങ്ങനെ എടുക്കുക, മുക്കുക. ഇത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. ഇത് മുക്കുക, അത് ഒന്നിച്ച് അങ്ങോട്ട് വായിലിടാം.